ഫ്രണ്ട്സ് ഹായ്, ഞാൻ രമാഫായി, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്, ജെസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മധുര അമ്പഴങ്ങയുടെ അച്ചാറുമായിട്ട് ഞാൻ വരുമെന്ന്. ഇന്ന് നമുക്ക് മധുര അമ്പഴങ്ങയുടെ ഒരു കിടിലൻ അച്ചാർ ഉണ്ടാക്കിയാലും. സമയം ഒട്ടും കളയണ്ട, നമുക്ക് അമ്പഴങ്ങ കട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ നമുക്ക് അമ്പഴങ്ങ കട്ട് ചെയ്യാം. രാസവളങ്ങളൊന്നും ചെയ്യാതെ വെറും ജൈവവളത്തിൽ മാത്രം വളർത്തിയ മധുര അമ്പഴമാണ് ഈ പിച്ചിയിരിക്കുന്നത്. പാകമായ മധുര അമ്പഴങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്കിത് വൃത്തിയായിട്ട് കഴുകി അച്ചാറിടാൻ പോകാം. അമ്പഴങ്ങ അച്ചാർ നമുക്ക് രണ്ട് രീതിയിലുണ്ടാക്കാം. ഈ അമ്പഴങ്ങ മുഴുവനായിട്ട് അച്ചാറിടാം, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിനെ പീസാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള 2 പീസോ 4 പീസോ അങ്ങനെ പീസാക്കിയും നമുക്ക് അച്ചാറിടാം. ഇന്ന് ഞാനിവിടെ ഇത് പീസാക്കിയാണ് അച്ചാറിടുന്നത്. ഇവിടെ മോനാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ഇത് ഫുള്ളായിട്ടുള്ള അച്ചാറാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കണം. മധുര അമ്പഴം നന്നായി കഴുകി തുടച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തിടാം. അമ്പഴങ്ങ ഫുള്ളായിട്ട് അച്ചാറിടുന്നവർ ഇതിൻ്റെ 2ഓ 3ഓ കീറൽ കൊടുക്കണം. അതായത് ഈ മസാല നന്നായിട്ട് കയറുന്നതിന് വേണ്ടി കൊടുത്തിരിക്കണം. കട്ട് ചെയ്ത അമ്പഴങ്ങ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കണം. ഇപ്പോൾ അച്ചാറിടുന്ന സമയത്ത് മാത്രമല്ല, അമ്പഴങ്ങ നമുക്ക് 2-3 ദിവസം മുന്നേ തന്നെ ഇതുപോലെ ഉപ്പിട്ട് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അച്ചാറിടുന്ന സമയത്ത് എടുത്ത ഉപ്പ് നന്നായിട്ട് അമ്പഴങ്ങയിൽ പിടിക്കും. അമ്പഴങ്ങയിൽ ഉപ്പ് പിടിക്കാൻ വെച്ചിട്ട് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. മധുര അമ്പഴങ്ങ അച്ചാറിന് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മധുര അമ്പഴങ്ങ അച്ചാറിടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ചട്ടി ചൂടാവുമ്പോഴേക്കും നമുക്ക് നല്ലെണ്ണ അഥവാ എള്ളെണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് നന്നായിട്ട് വറുത്തെടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തീ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നു. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണം ഇടാൻ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലെ തീ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ റെഡിയായി വരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില എത്ര വേണമെങ്കിലും നമുക്ക് അച്ചാറിൽ ചേർക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇളം ഗോതമ്പ് നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് അമ്പഴങ്ങ ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അമ്പഴങ്ങ വെന്ത് പോകരുത്, ലോ ഫ്ലെയിമിൽ ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ദീർഘകാലം ഇരിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. പെട്ടെന്ന് ഉപയോഗിക്കുന്നവർക്ക് അമ്പഴങ്ങ വഴറ്റേണ്ട കാര്യമില്ല. ഇതിൽ ഉപ്പുണ്ട്, ഉപ്പ് വീഴണ്ട. അമ്പഴങ്ങ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്, അത് നമുക്ക് കോരി മാറ്റാം. അമ്പഴങ്ങ ഫുള്ളും നമ്മൾ കോരി മാറ്റി. ഇനി നമുക്ക് ആ എണ്ണയ്ക്കകത്ത് കടുക് വറുക്കാം. അതിന് 1/2 ടീസ്പൂൺ ഉലുവ, ഇനി ഒരു 3 ടീസ്പൂൺ കടുക് നമുക്ക് അച്ചാറിൽ എത്ര വേണമെങ്കിലും ചേർക്കാം. വറ്റൽ മുളക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കണം.
കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. എണ്ണയൊന്ന് തണുത്ത് വന്നു. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കാം. മസാലക്കൂട്ട് ഒന്ന് തിളച്ച് തുടങ്ങി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർക്കാം. 1 കപ്പ് ആവശ്യത്തിന്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ വിനാഗിരി സ്വല്പം കൂടുതൽ ചേർക്കാം. ഇനി നമ്മുടെ മധുരാമ്പഴം നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ അമ്പഴങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് ശരിയായ രീതിയിൽ അച്ചാറായി വരണമെന്നുണ്ടെങ്കിൽ 2 ദിവസം എടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്താലുടൻ തന്നെ നല്ല വൃത്തിയുള്ള കുപ്പികളിൽ നന്നായിട്ട് ചൂടാക്കി തണുപ്പിച്ച കുപ്പികളിൽ കോരി നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ ഒരു 6 മാസം വരെ കേടുകൂടാതെ നമുക്ക് അമ്പഴങ്ങ അച്ചാർ ഉപയോഗിക്കാം. കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഈ നീരൊന്നും കാണത്തില്ല. നീരെല്ലാം അമ്പഴങ്ങ വലിച്ചെടുത്തിട്ട് നല്ല ഗ്രേവി കുറഞ്ഞ അച്ചാറായി. കൊതിയൂറുന്ന ഈ അമ്പഴങ്ങ അച്ചാർ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുമല്ലോ. അമ്പഴങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനിയും ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.